അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടുകൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആവസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് കണ്ണൂർ സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ്. തളിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് പള്ളി പാട്ടത്തിന് നൽകിയ ഭൂമിയിലാണ് അവകാശവാദം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ലീഗിന്റെ പ്രാദേശിക നേതാക്കളടങ്ങുന്ന മാനേജ്മെന്റാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖാലിയായ പള്ളിയുടെ വകയാണ് ഭൂമി. വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ഈ വഖഫ് നിയമ ഭേദഗതി വന്നതിനു ശേഷം ആദ്യം കേരളത്തിൽ ഹൈക്കോടതിയിൽ പോകുന്നത് ലീഗിന്റെ മാനേജ്മെന്റിലുള്ള ഒരു കോളേജാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും പാണക്കാട് തങ്ങൾ ഖാലിയായിരിക്കുന്ന ഒരു പള്ളിയുടെ ഭൂമിയാണിപ്പോൾ ഇവർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വളരെ വിചിത്രമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് വഖഫ് എന്നുള്ളതാണ് വഖഫ് നിയമത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. അതാണ് ഇപ്പോൾ ഭേദഗതി ചെയ്തത്, അതിനെയാണ് എതിർക്കുന്നത്. പക്ഷേ വഖഫായ ഒരു ഭൂമിയിൽ പിന്നെ എങ്ങനെയാണ് ഈ നിയമം വഖഫ് എല്ലായ്പ്പോഴും വഖഫ് ആണെങ്കിൽ ജമാഅത്ത് പള്ളിയുടെ പേരിലുള്ള ഒരു ഭൂമിയിൽ എങ്ങനെ സർ സയ്യിദ് കോളേജ് അവകാശവാദം ഉന്നയിക്കും? വഖഫ് ഭൂമി പാട്ടത്തിന് വാങ്ങുകയും ആ പാട്ടത്തിന് വാങ്ങിയ വഖഫ് ഭൂമിയിൽ പിന്നീട് അവകാശവാദവും ഉന്നയിക്കുന്ന വിചിത്രമായ നടപടിയാണ് സർ സയ്യിദ് കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കോളേജിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കണ്ണൂർ മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷനാണ്. ആ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെ ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാരാണ്. മാത്രവുമല്ല ഇതിന്റെ ഉപദേശക സമിതിയിൽ ലീഗിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർ സയ്യിദ് കോളേജ് കാണിക്കുന്നത് വഖഫ് നിയമത്തിന്റെ ലംഘനമാണ്. വഖഫ് എന്ന് പറയുന്ന മതപരമായ നിയമത്തിന്റെ, മുസ്ലിം വ്യക്തി നിയമത്തിന്റെ ലംഘനമാണ് കാണിക്കുന്നത്. കാരണം ഈ കണ്ണൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ഭൂമി 50 വർഷം മുമ്പ് പാട്ടത്തിനെടുക്കുകയും 2022 വരെ അതിന്റെ നികുതി അടയ്ക്കുകയും അതിന്റെ വാടക നൽകുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഇപ്പോൾ ആ ഭൂമിയിൽ അവകാശവാദവുമായി സർ സയ്യിദ് കോളേജ് വരുന്നത്. വഖഫ് ഭൂമിയാണെങ്കിൽ അതെല്ലായ്പ്പോഴും വഖഫ് ഭൂമിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ഭൂമിയുടെ അവകാശവാദം ഉന്നയിക്കുക എന്ന് മാത്രമല്ല, ഈ ഭൂമിയുടെ അവകാശം ഈ ജമാഅത്ത് പള്ളിക്കല്ല എന്നും അതൊരു ഇല്ലത്തിനാണ് എന്നും, ഒരു ഇല്ലം വക, നെല്ലിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു ഇല്ലം വകയാണ് ഈ ഭൂമി എന്നുമുള്ള വിചിത്രവാദമാണ് ഹൈക്കോടതിയിൽ സർ സയ്യിദ് കോളേജ് ഉന്നയിക്കുന്നത്. ഓക്കെ, ഇതിനോട് ഈ പള്ളി മാനേജ്മെന്റ് എങ്ങനെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? വഖഫ് ബോർഡോ? ഈ പള്ളി മാനേജ്മെന്റ് ഇതിനെതിരെ കോടതിയിൽ കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. ജമാഅത്ത് പള്ളി അവരുടെ ഭൂമി തന്നെയാണ് എന്ന് പറയുന്നു. മാത്രമല്ല ഈ സർ സയ്യിദ് കോളേജ് ഇതിനകത്ത് ഒരു തട്ടിപ്പ് നേരത്തെ നടത്തിയിരുന്നു. സർ സയ്യിദ് കോളേജ് ഈ ഭൂമിയുടെ നികുതി കോളേജിന്റെ പേരിൽ അടയ്ക്കാൻ ഒരു ശ്രമം നടത്തി. പിന്നീട് അത് ഈ ജമാഅത്ത് പള്ളിക്കാർ തന്നെ കോടതിയിൽ പോയി അത് പള്ളിയുടെ പേരിൽ തന്നെ നികുതി അടയ്ക്കാൻ തീരുമാനമായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ഭൂമി തട്ടിയെടുക്കാനുള്ള, അല്ലെങ്കിൽ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള മറ്റൊരു ശ്രമം നടത്തുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിനെതിരെ കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കാൻ തന്നെയാണ് ജമാഅത്ത് പള്ളിയുടെ തീരുമാനം. ഈ മാനേജ്മെന്റ് ഇത് അവരുടെ ഭൂമിയാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഓക്കെ, മാനേജ്മെന്റിൽ ഉള്ളത് ലീഗിന്റെ പ്രാദേശിക നേതാക്കളാണ്
എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. വഖഫിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടുള്ള ലീഗിന് ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഉയരുന്ന കൗതുകകരമായ ചോദ്യം. സിപിഎമ്മുകാർക്കിടയിൽ മുസ്ലിം സമൂഹം അരക്ഷിതമാണെന്ന KM ഷാജിയുടെ വാദം ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ പറഞ്ഞു. ത്രിപുരയിലെ തോൽവി സിപിഎമ്മിന്റെ പൂർണ്ണ പരാജയമാണെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം ദോഹയിൽ പറഞ്ഞു. ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിപിഎം കേന്ദ്രങ്ങളിൽ മുസ്ലിംകൾ അരക്ഷിതരാണെന്ന KM ഷാജി MLA-യുടെ പരാമർശത്തെ പാർട്ടി ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ നിരാകരിക്കുകയായിരുന്നു. In Kerala, they are insecure. No, I don't believe that. Anyone who belongs to Marxist party commits a crime. That crime is a crime, whether it is done by Marxist or atheist. But that criminal should be punished. ത്രിപുരയിൽ കമ്മ്യൂണിസം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറയാനാവില്ല. BJP-യുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിജയിച്ചുവെങ്കിലും അതൊരു ആശയപരമായ വിജയമല്ലെന്നും ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ BJP-ക്ക് ഒരിക്കലും ആവില്ലെന്നും പ്രൊഫസർ ഖാദർ മൊയ്തീൻ പറഞ്ഞു. We can't say communism failed in Tripura. In the election they have failed. Due to, we can say, the strategic victory of BJP. It is not, I would say, the ideological victory of BJP in Tripura. ആഭ്യന്തരമായും വൈദേശികമായും ഇന്ത്യ ഒറ്റപ്പെടുകയാണെന്നും ഇത് ആശങ്കയുണ്ടാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ചിലർ മുജാഹിദായാലെന്താ, ജമാഅത്ത് ഇസ്ലാമി ആയാലെന്താ, തബ്ലീഗ് ജമാഅത്തായാലെന്താ, എന്തായാലെന്താ, നമുക്കിവിടെ ജീവിച്ചാ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയുന്നു, ഇസ്ലാമിന്റെ വിശ്വാസം പഠിക്കണം. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരൊറ്റ മനുഷ്യരും അല്ലാഹു നിശ്ചയിച്ചതിലധികം ഇവിടെ ജീവിക്കുകയില്ല. കൊറോണ കൊണ്ട് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപാട് ഈ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ഇങ്ങനെ കോറം നോക്കി നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകന്മാരുണ്ട്. അതൊന്നും ഇസ്ലാമാണെന്നാരും തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിന്റെ റൂട്ടിൽ മാത്രമേ ചലിക്കുകയുള്ളൂ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സ്വന്തം ബാപ്പയെ ഒരാൾ കൊന്നുകളഞ്ഞപ്പോൾ മക്കൾ ചെയ്തതെന്താണ്? ആ കൊലയാളിയെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ സദസ്സിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. ഞങ്ങളുടെ ബാപ്പയെ ഇദ്ദേഹം കൊന്നുകളഞ്ഞു എന്ന് പരാതി പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അദ്ദേഹത്തെ വിചാരണ ചെയ്തു. അദ്ദേഹം സമ്മതിച്ചു, ഞാൻ കൊന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പകരം കൊല്ലാൻ വേണ്ടി വിധിച്ചു. അല്ലാതെ അവർക്ക് തന്നെ അപ്പോൾ അങ്ങ് വെട്ടിക്കളയാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. കാരണം ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപ്രകാരം ഒരു വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന സ്ഥലത്ത് നിയമം കയ്യിലെടുക്കാൻ പാടില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വിധിച്ചു. അങ്ങനെ വിധിച്ചപ്പോൾ ഈ കൊലയാളി ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, എനിക്കൊരു ചെറിയ സമയം അനുവദിക്കുമോ? എന്തിനാണത്? അതെ, ഞാൻ എന്റെ ചെറിയ പിഞ്ചുമക്കളുണ്ട്. ആ മക്കൾക്ക് ഞാൻ കുഴിച്ചിട്ട ഒരു ധനമുണ്ട്. ആ ധനം എടുത്തു കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ സമയം. എത്ര സമയം? എനിക്ക് എന്റെ നാട്ടിൽ പോയി തിരിച്ചു വരാൻ 3 ദിവസം വേണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ വിടാൻ ആരെങ്കിലും ആൾ ജാമ്യത്തിനെടുക്കണം. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അദ്ദേഹം പോയി. 3 ദിവസം കഴിഞ്ഞു. അദ്ദേഹം കോടതിയിൽ ഹാജരാകേണ്ട സമയമായി. ഉമർ ഇബ്നു ഖത്താബിന്റെ കോടതിയിൽ അദ്ദേഹം എത്തിയില്ല. അവസാന നിമിഷം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കോടതിയിൽ കയറ്റാൻ പോകുകയാണ്. അപ്പോഴാണ് അദ്ദേഹം കിതച്ചുകൊണ്ട് ഓടി വരുന്നത്. വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഇതേ പോക്ക് നിനക്കങ്ങ് പോയാൽ എന്തായിരുന്നു സംഭവിക്കുക? നിനക്ക് കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ്, ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്, അങ്ങനെ ചെയ്താൽ ആളുകൾ പറയും മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഇപ്പോൾ വാക്കുപാലിക്കുന്ന ഒരൊറ്റ മനുഷ്യനില്ല എന്ന് പറയും. ഈ സമുദായത്തെ പറയിപ്പിക്കാൻ പറ്റൂല. ഞാൻ കൊല്ലപ്പെട്ടാലും തരക്കേടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടാണല്ലോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഓ അബൂദർ ഗിഫാരി, നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോ? ഇല്ല. പരിചയമില്ലാത്ത നിങ്ങൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ട് അദ്ദേഹം വന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യുക? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടു. ആളുകൾ പറയൂലേ, ഒരാൾ ഒരു ദുർബല നിമിഷത്തിൽ ഒരാളെ കൊന്നുപോയി. ആ കൊന്നുപോയവൻ ചെറിയ പിഞ്ചുമക്കൾക്ക് അദ്ദേഹത്തിന്റെ സ്വത്തെടുത്തു കൊടുക്കാൻ വേണ്ടി ഒന്ന് പോയി വരാൻ സമയം ചോദിച്ചിട്ട് ജാമ്യം ചോദിക്കുമ്പോ ഒരൊറ്റ മനുഷ്യനും ജാമ്യം കൊടുത്ത് സഹായിക്കാനുണ്ടായില്ല എന്ന് നമ്മുടെ സമുദായത്തെ വിലയിരുത്തൂലേ? അതുകൊണ്ട് ഞാൻ കുടുങ്ങിയാലും തരക്കേടില്ല, ഞാൻ അങ്ങനെ ജാമ്യം കൊടുത്തു. ഇത് രണ്ടും കേട്ടപ്പോൾ ആ ബാപ്പയെ കൊല്ലപ്പെട്ടുപോയ മക്കൾ
മക്കള് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തിന് ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു, കൊല്ലേണ്ടതില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ കാരണം? ഒന്നുമില്ല. ആളുകൾ പറയൂലേ, മുസ്ലിമീങ്ങളിൽ ഇപ്പോ ഇതാ ആക്രമിച്ചവനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ഇസ്ലാമിന്റെ ഒരാശയം ഇപ്പൊ തീരെ മുസ്ലിമീങ്ങളിലില്ല എന്ന് ജനങ്ങൾ പറയൂലേ, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഓ സഹോദരന്മാരെ, ആ മക്കൾക്ക് അപ്പോൾ തന്നെ പിടിച്ചും കൊന്നുകളഞ്ഞുകൂടായിരുന്നു. പക്ഷേ അത് ഫത്ഹുൽ മുഈൻ അനുവദിക്കൂല, തുഹ്ഫത്തുൽ മുഹ്താജ് അനുവദിക്കൂല, ഇമാമിങ്ങളെ കിതാബുകൾ അനുവദിക്കൂല. SSFന്റെ പ്രവർത്തകർ, SOSന്റെ പ്രവർത്തകർ, ഈ കേരള മണ്ണിൽ എത്രയെത്ര ആളുകൾ ഇവിടെ രക്തം ചിന്തപ്പെട്ടു. ഇല്ലേ, നിങ്ങൾക്കറിയില്ലേ, പാലക്കാട് ജില്ലയിൽ 2 പേരെ ഒരേ ദിവസം കൊല്ലപ്പെട്ടിട്ടില്ലേ? അതേ കണ്ണൂർ ജില്ലയിൽ 2 സമയത്തായി 2 ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ലേ? അതേപോലെ അങ്ങ് കാഞ്ഞങ്ങാടിനടുത്ത് അതാ അബ്ദുറഹ്മാൻ ഔഫ് കൊല്ലപ്പെട്ടിട്ടില്ലേ? അങ്ങനെ എത്ര പറയാനുണ്ട്. പക്ഷേ SSFന്റെ, SOSന്റെ, മുസ്ലിം ജമാഅത്തിന്റെ ആളുകൾ കോടതിയിലേക്ക് പോവുകയല്ലാതെ എന്തുകൊണ്ട് അവര് വാളെടുത്ത് മറ്റേതെങ്കിലും ഒരു സംഘടനയിലോ മറ്റേതെങ്കിലും വിഭാഗത്തിലോ ഉള്ളവരുടെ പിന്നാലെ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പറയാനുള്ള മറുപടി, ഞങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ വിടാൻ പറ്റൂല, തുഹ്ഫ വിടാൻ പറ്റൂല, ഞങ്ങളെ ഇമാമിങ്ങൾ പഠിപ്പിച്ച കിതാബുകൾ വലിച്ചെറിയാൻ പറ്റൂല, ഞങ്ങൾ ഏതെങ്കിലും മൗലവിമാര് പറയുന്നതിനനുസരിച്ച് ഓരോ കൊല്ലത്തിലും മാറ്റിയെഴുതുന്ന മതത്തിന്റെ ആളുകളല്ല. ശിർക്കാണ്, കുഫ്റാണെന്ന് മൗദൂദി പറഞ്ഞ കാര്യം അത് ആവശ്യമാണെന്ന് പിന്നീട് തിരുത്തി പറയേണ്ടി വന്നില്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാർ? ശിർക്കിന് വല്ലപ്പോഴും മാറ്റമുണ്ടാകുമോ? തൗഹീദിന് മാറ്റമുണ്ടാകുമോ? പക്ഷേ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെയല്ല. അതിന്റെ നിയമങ്ങളെല്ലാം സവിസ്തരം ഇമാമിയങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ റൂട്ടിൽ മാത്രമേ മുസ്ലിമീങ്ങൾ പോവുള്ളൂ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.